ഹായ്, വെൽക്കം ടു പ്രെപ്സ്കേ. HSST വിജ്ഞാപനം വരാനുള്ള PSC യോഗ തീരുമാനം നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പോൾ HSST വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിലേക്കുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കുള്ള HSST ജൂനിയർ വിജ്ഞാപനം വരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർ അപേക്ഷിച്ചു, എത്രയായിരുന്നു കട്ട് ഓഫ് വന്നത്, അതിനുശേഷം എങ്ങനെയാണ് അതിൻ്റെ നിയമന നില, അതിൻ്റെ സാധ്യതകൾ, ഇതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ HSST വിജ്ഞാപനത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് യോഗ തീരുമാനം 2025 ഡിസംബർ 22 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ്, കന്നഡ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, ജോഗ്രഫി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ഇത്രയും വിഷയങ്ങളുടെയാണ്, ഇത്രയും കാര്യങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഏറ്റവും പുതിയ HSST ബാച്ചുകൾ ന്യൂ ഇയറിന് 1/1/2026 ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇത്രയുമാണ് നമ്മൾ ആരംഭിക്കുന്ന പുതിയ ബാച്ചുകൾ. ഇതിനോടൊപ്പം നിങ്ങൾക്കിനി വേണ്ട ജനറൽ പേപ്പറാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആ ഭാഗമാണ് കുറച്ചുകൂടി നന്നായിട്ട് വേണ്ടത്, കാരണം എനിക്ക് ബാക്കി ഭാഗങ്ങൾ സബ്ജക്ട് വൈസ് ഞാൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ പാർട്ട് 2, 3 and 4 ജനറൽ പേപ്പർ മാത്രമായിട്ടുള്ള ബാച്ചുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ നിയമന നിലയിലേക്ക് വരാം. ഈ ബാച്ചുകൾ ആദ്യം തന്നെ ഓർക്കുക, നമുക്ക് വ്യക്തമായിട്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ അതിൻ്റെ വീഡിയോ ക്ലാസ് കാണുക, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നു റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഇതോടൊപ്പം നമുക്ക് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ ഒരു ഭാഗം പഠിച്ചു. ആ പഠിച്ചതിന് ശേഷം അന്നേ ദിവസം തന്നെ ആ ഒരു പഠിച്ച കാര്യത്തിൻ്റെ ടോപ്പിക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ടോപ്പിക് എക്സാം നമ്മൾ ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യുകയാണ്. ഈ ടോപ്പിക് എക്സാമിന് ശേഷം ഓരോ ദിവസവും നമ്മൾ പഠിച്ച് എഴുതിയ ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ സ്ഥാനം, കേരളത്തിലെ മുഴുവൻ നമ്മൾ പറയുന്ന കേരളത്തിൽ നമ്മുടെ ഈ ഒരു ആപ്പിൽ പഠിക്കുന്ന ആ ഒരു വിഷയത്തിലുള്ള എല്ലാവരോടുമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ റാങ്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താം. ഈ ടോപ്പിക് എക്സാമിനോടൊപ്പം നമുക്ക് ഓരോ വീക്കിലി റിവിഷൻ എക്സാമുകളും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ റിവിഷൻ എക്സാമുകളും ടോപ്പിക് എക്സാമുകളും നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നിങ്ങൾ പഠിച്ച ആ ക്ലാസ്സിൻ്റെ PDF നോട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട് വെച്ചുകൂടി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഓർക്കുക, നിങ്ങളുടെ ഈ സിലബസ് നമ്മൾ പറഞ്ഞു 1-ാം തീയതിയാണ് ബാച്ച് ആരംഭിക്കുന്നത്. നമ്മൾ ഈ സിലബസ് നമുക്ക് ഏപ്രിൽ 30 ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാം, അല്ലെങ്കിൽ ഇപ്പോൾ PSCയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു 5-6 മാസം കൊണ്ട് എക്സാം വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ 30 നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ആ ഒരു സമയം നമ്മുടെ റിവിഷനുകളും അതുപോലെ മോഡൽ എക്സാമുകളുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 20 മോഡൽ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മോഡൽ എക്സാമുകൾ ചുരുങ്ങിയത് 20 എണ്ണം ഉണ്ടാവും. ഇതോടൊപ്പം പ്രീവിയസ് ഇയർ എക്സാമുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാച്ചിൻ്റെ സവിശേഷതകൾ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റെഗുലർ ബാച്ചാണ്. ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന വിഷയങ്ങളുടെ ഒക്കെ റെഗുലർ ബാച്ചുകളുണ്ട്. അപ്പോൾ ലാസ്റ്റ് റെഗുലർ ബാച്ചാണ് 1-ാം തീയതി ആരംഭിക്കുന്നത്. ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആദ്യം കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഇനി നമുക്ക് ഓരോ വിഷയങ്ങളുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നിലയും കാര്യങ്ങളിലേക്കും വരാം. ഈ ഓരോ വിഷയങ്ങളുടെയും ടൈം സ്റ്റാമ്പ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. ആദ്യം HSST ജൂനിയർ സംസ്കൃതം. അപ്പോൾ സംസ്കൃതത്തിൻ്റെയാണ് ആദ്യം.
അതിൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻ റിസീവ്ഡ് 533 അപേക്ഷകളായിരുന്നു 2021 ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നോക്കുന്നതൊക്കെ 2021 നോട്ടിഫിക്കേഷൻ വന്നത് ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ 2021 വന്നത്. അതിൽ നോക്കുക, 24 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 24 പേര്. അന്നത്തെ കട്ട് ഓഫ് വന്നത് 48.33. ഇനി എങ്ങനെയാ നിയമന നില എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ സംസ്കൃതം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് 6/8/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് എന്ന 6/8/24. അപ്പോൾ 27 ഓഗസ്റ്റ് മാസം വരെ ഇതിന് കാലാവധി ഉണ്ട്. ഓക്കെ, ഓർക്കുക. അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം പരീക്ഷയ്ക്കും അതിനുശേഷം ഇന്റർവ്യൂവിലേക്കൊക്കെ എത്ര സമയം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നോക്കൂ, ഇതിലാകെ 19 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അവസാന അഡ്വൈസ് നവംബർ മാസം 7-ാം തീയതിയാണ് പോയത്. ഇതിൽ ഈ റാങ്ക് അഡ്വൈസിൽ നോക്കാം. ഓപ്പൺ കാറ്റഗറി, ഓപ്പണിൽ എത്ര 8 വരെ പോയിട്ടുണ്ട്. ഈഴവ 13 വരെ, SC 21 വരെ, മുസ്ലിം സപ്ലിമെന്ററിയിൽ 4 വരെ പോയിട്ടുണ്ട്. OBC 17 വരെ, വിശ്വകർമ്മ 8 വരെയാണ് പോയിട്ടുള്ളത്. EWS 11 വരെ. ഇങ്ങനെ ആകെ 11 നിയമന ശുപാർശകളാണ് ഇതുവരെ HSST സംസ്കൃതത്തിന്റെ കാര്യത്തിൽ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓർക്കുക, ഈ റാങ്ക് ലിസ്റ്റിന് 2027 വരെ എന്തുണ്ട്, കാലാവധി ഉണ്ട്. ശരി, അടുത്തതിലേക്ക് ജൂനിയർ സോഷ്യോളജിയാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് 1006 അപ്ലിക്കേഷൻസ് ആണ് സോഷ്യോളജിയുടെ കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സംസ്കൃതത്തിനെ വെച്ച് നോക്കുമ്പോൾ സോഷ്യോളജി എന്തുണ്ട്, കുറേയും കൂടി അപ്ലിക്കൻസ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 39 പേര് മെയിൻ ലിസ്റ്റിൽ. 39. കട്ട് ഓഫ് 47.67. അപ്പോൾ സോഷ്യോളജിയുടെ കട്ട് ഓഫ് ഇങ്ങനെയാണ്. ഇനി സോഷ്യോളജിയിൽ നിങ്ങൾക്ക് നോക്കാം, 23/10/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ 2027 ഒക്ടോബർ മാസം വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഇതുവരെ 17 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇതിൽ ലാസ്റ്റ് അഡ്വൈസ് 26/9/2025 പോയത്. ഈ 17 അഡ്വൈസിൽ ഓപ്പൺ 8-ാം റാങ്ക് വരെ പോയി, ഈഴവ 11 വരെ, EWS 9 വരെ, ST സപ്ലിമെന്ററിയിൽ 2 വരെയാണ് പോയിട്ടുള്ളത്. മുസ്ലിം 8 വരെ, LC ലാറ്റിൻ കത്തലിക്സ് ഓർ ആംഗ്ലോ ഇന്ത്യൻസ് സപ്ലിമെന്ററിയിൽ 1 വരെ, OBC 28 വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ സപ്ലിമെന്ററിയിൽ 1 വരെ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ ഒരു HSST സോഷ്യോളജി ജൂനിയറിന്റെ ഇത്തവണ ഇത്രയും സമയം വരെയുള്ള നിയമന നില എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിയമനം നടക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, HSST ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ്. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് 864. മെയിൻ ലിസ്റ്റിൽ 147 പേരാണ് ഉള്ളത്. കട്ട് ഓഫ് വന്നത് 36 കട്ട് ഓഫ് വന്നത് എന്ന് ആലോചിക്കുക. അപ്പൊ 36 കട്ട് ഓഫ്. ഓക്കെ, നിങ്ങൾ ഈ കട്ട് ഓഫിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓർക്കണം. കാരണം നിങ്ങളുടെ ജനറൽ പാർട്ടിന് അല്ലെങ്കിൽ ജനറൽ പേപ്പറിന് പാർട്ട് 2, 3 and 4 നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഭാഗത്ത് നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, നോക്കാം. അതിൽ നമുക്ക് നോക്കാം, 22/2/2024 റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2027 ഫെബ്രുവരി ആവുമ്പോഴേക്കും ഈ റാങ്ക് ലിസ്റ്റ്, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഇനി അഡ്വൈസ് 76 അഡ്വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവസാനം 29/1/2025 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇതിൽ നിങ്ങൾ നോക്കൂ, ഓപ്പൺ 60 വരെ പോയിട്ടുണ്ട്, EWS 73 വരെ, ഈഴവ 60 വരെ, സപ്ലിമെന്ററിയിൽ എത്രയാ നമ്മൾ പറയുന്നു 6 വരെ പോയിട്ടുണ്ട്. ഇനി മുസ്ലിം 59 വരെയാണ് പോയിട്ടുള്ളത്, LC 2 വരെ പോയിട്ടുണ്ട്, OBC വിത്തിൻ OC ഓപ്പൺ കാറ്റഗറിയുടെ തന്നെയാണ് പോയിട്ടുള്ളത്, വിശ്വകർമ്മ 58 വരെ, SIUC നാടാര് സപ്ലിമെന്ററിയിൽ 2 വരെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമനം നടന്നിട്ടുണ്ട്. ഓർക്കണം, നമ്മൾ ഇനി 2027 ഫെബ്രുവരി വരെ ഇതിന് കാലാവധിയുമുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പം നമ്മൾ കണ്ട പൊളിറ്റിക്കൽ സയൻസിൻ്റെ എന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുക. അടുത്തതിലേക്ക് വരുന്നു എക്കണോമിക്സ്, അല്ലെ? HSST ജൂനിയർ എക്കണോമിക്സ്. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് 3820 അപ്ലിക്കേഷൻസ് ആണ് കിട്ടിയത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 216 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. അത്യാവശ്യം വലിയ മെയിൻ ലിസ്റ്റാണ്. കട്ട് ഓഫ്
42.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 42.67. ഇതിൽ നോക്കൂ നിങ്ങൾ, ഇതിൽ എത്ര അഡ്വൈസ് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു 54 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓർക്കണം, 6/2/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. ഇനി 27 2-ാം മാസം വരെ കാലാവധിയുണ്ട്. ഇനി ലാസ്റ്റ് അഡ്വൈസ് 5/7 പോയിട്ടുള്ളത്. ഓപ്പണിൽ 29 വരെ, ഈഴവ 34 വരെ, SC 171 വരെ പോയിട്ടുണ്ട്. ST സപ്ലിമെന്ററിയിൽ 1 വരെ പോയി. മുസ്ലിം 45 വരെ. ലാറ്റിൻ കത്തലിക്സ് ഓർ ആംഗ്ലോ ഇന്ത്യൻസ് 186 വരെ പോയി. OBC 32 വരെ പോയി. വിശ്വകർമ്മ 73 വരെ പോയിട്ടുണ്ട്. അതുപോലെ ഹിന്ദു നാടാര് സപ്ലിമെന്ററിയിൽ 1 വരെ. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് വിത്തിൻ OC തന്നെയാണ്. അതുപോലെ ധീവര 68 വരെയാണ് പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ എന്ത് നടക്കുന്നത്. EWS 117 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, EWS പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കണോമിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഓർക്കുക, 216 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു ഈ നിയമനങ്ങളുടെ കാര്യമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക്സ് 54 ഇതുവരെ പോയത്. ഇനി ബോട്ടണി നോക്കാം. HSST ജൂനിയർ ബോട്ടണി നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് 2526. അതിൽ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു? 101 പേരെ മെയിൻ ലിസ്റ്റിൽ വന്നുള്ളൂ. അതിൽ കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചാൽ 30.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ കട്ട് ഓഫ് 30.67 നോക്കാം. അതിൽ ഇതുവരെ എത്ര അഡ്വൈസ് പോയി? അഡ്വൈസ് എത്ര എണ്ണം പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 34 അഡ്വൈസ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഡേറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് വന്നത് 26/10/2023. അപ്പോൾ അടുത്ത വർഷം മീൻസ് 2026 ഒക്ടോബറിൽ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നടക്കണം. ഇതിൽ OC 17 വരെ പോയിട്ടുണ്ട്. EWS 42, ഈഴവ 3, SC 17ാമത്തെ റാങ്ക് വരെ, ST 3 വരെ, മുസ്ലിം 37 വരെ, LC 1 പോയിട്ടുള്ളൂ, OBC 33 വരെ, SIUC നാടാർ 48 വരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് നമ്മൾ പറയുന്നു 1 വരെ, ധീവര 24 വരെ. അത്രയുമാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. അപ്പോൾ ആകെ 34 എണ്ണം പോയി. അതിൽ ഓപ്പൺ പോയിട്ടുള്ളത് 17 വരെയാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്തത് സുവോളജിയാണ്. സുവോളജി നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് 3131 അപ്ലിക്കൻസ് സുവോളജിയിൽ വന്നു. അതിൽ കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ 87 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കട്ട് ഓഫ് വന്നത് 38.67 ഏതിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, സുവോളജിയിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനി സുവോളജിയുടെ കാര്യത്തിലേക്ക് നോക്കാം നമുക്ക്. സുവോളജി റാങ്ക് ലിസ്റ്റ് വരുന്നത് 30/10/2023 സുവോളജിയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടണിയുടെ 26/10 എന്ന് പറഞ്ഞതുപോലെ ഇത് വരുന്നത് 30/10/2023. അപ്പോൾ 26ലേക്ക് എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് വരണം. ടോട്ടൽ അഡ്വൈസ് 47. അവസാനത്തെ അഡ്വൈസ് പോയത് 7/11/2025 ലാസ്റ്റ് അഡ്വൈസ് പോയത്. നോക്കാം. ഇതിൽ ഓപ്പൺ 27 വരെയാണ് പോയിട്ടുള്ളത്. ഈഴവ 30 വരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് 76 വരെ പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററിയിൽ 1 വരെ, മുസ്ലിം 58ാമത്തെ റാങ്ക് വരെ പോയി. LC ഓർ AI 35 വരെ, OBC 55 വരെ, വിശ്വകർമ്മ 7 വരെ, SIUC നാടാർ സപ്ലിമെന്ററിയിൽ 1, ഹിന്ദു നാടാർ സപ്ലിമെന്ററിയിൽ 1, SCCC സപ്ലിമെന്ററിയിൽ 1, ധീവര 14 വരെ, EWS 34 വരെ. ഇങ്ങനെയാണ് നിയമന നില ഏതിൻ്റെ കാര്യത്തിൽ കിടക്കുന്നത്, സുവോളജി. HSST ജൂനിയർ സുവോളജിയുടെ നിയമന നില ഇങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്ന് ഓർക്കുന്നു. അടുത്തത് HSST ജൂനിയർ ജിയോഗ്രഫി. ജിയോഗ്രഫിയിൽ നമ്മൾ നോക്കുമ്പോൾ 381 അപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതിൽ 30 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കട്ട് ഓഫ് വന്നത് 35 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നിയമന നിലയിലേക്ക് നടക്കാം. നിയമന നില നോക്കിക്കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. അത് 20/10/2023 എന്ത് വന്നത്, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നുള്ളത് ഓർക്കുക. ടോട്ടൽ അഡ്വൈസ് 18 എന്നുള്ളത് ഓർക്കുക. ഇനി അപ്പോൾ 20/10 2023 അപ്പോൾ 26 ഒക്ടോബർ. ഓക്കെ, ഓപ്പൺ 11 വരെ പോയിട്ടുണ്ട്. EWS 8 വരെ പോയി. ഈഴവ 19 വരെ, SC അപ് ടു OC വരെയാണ് പോയിട്ടുള്ളത്.
ഷെഡ്യൂൾഡ് ട്രൈബ്സ് സപ്ലിമെൻ്ററിയിൽ 1 വരെ, മുസ്ലിംസ് 10 വരെ, LC/AI 28 വരെ, OBC 13 വരെ, വിശ്വകർമ്മ സപ്ലിമെൻ്ററിയിൽ 1, പിന്നെ ഹിന്ദു നാടാര് വിത്ത് നോസി ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മുടെ ജോഗ്രഫിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജോഗ്രഫിയുടെ നിയമന നില എന്ന് പറയുന്നത്. അടുത്തത് HSST കെമിസ്ട്രി ജൂനിയർ. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് 4055. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്? 62 പേരാണുള്ളത്. കട്ട് ഓഫ് വന്നത് 35.67 ആണെന്ത് ഏത് നമ്മുടെ കെമിസ്ട്രിയുടെ കട്ട് ഓഫ്. ഈ കെമിസ്ട്രിയുടെ നമുക്ക് നിയമന നില നോക്കുമ്പോൾ 65 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓർക്കുക, 2024 8-ാം മാസത്തിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് 2027 ഓഗസ്റ്റ് വരെ ഇതിന് കാലാവധിയുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് 9/10/2025 വന്നത്. അതിൽ നോക്കൂ, ഓപ്പൺ 41 വരെ, ഈഴവ 49 വരെ, SC സപ്ലിമെൻ്ററിയിൽ 7 വരെ പോയിട്ടുണ്ട്, മുസ്ലിം 51, LC വിത്ത് നോസി ആയിട്ടാണ് പോയിട്ടുള്ളത്, OBC 45 വരെ, വിശ്വകർമ്മയും വിത്ത് നോസിയാണ്, SIUC 1 സപ്ലിമെൻ്ററിയിലാണ് പോയിട്ടുള്ളത്. സപ്ലിമെൻ്ററിയിൽ നിന്നും 1 വരെ പോയിട്ടുണ്ട്. വിത്ത് നോസി ആയിട്ടാണ് ഹിന്ദു നാടാരുടെ കേസ്. EWS സപ്ലിമെൻ്ററിയിൽ 4 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിയമന നില ഏത് കാര്യത്തിൽ നമ്മുടെ കെമിസ്ട്രി നോക്കുമ്പോൾ. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് 65 ആണ് കെമിസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഫിസിക്സിലേക്ക് നോക്കാം. HSST ജൂനിയർ ഫിസിക്സ് ടോട്ടൽ 4353 അപ്ലിക്കൻസ് ഉണ്ട്. അതിൽ 101 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് 35.67 ആണ് കട്ട് ഓഫ് വന്നത്. നിയമന നിലയിലേക്ക് നോക്കാം. നിയമന നില നോക്കുമ്പോൾ ആദ്യം 5/12/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ 26 ഡിസംബറിലേക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. ടോട്ടൽ അഡ്വൈസ് 22. ലാസ്റ്റ് അഡ്വൈസ് 5/8 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ 8-ാം റാങ്ക് വരെ പോയി, ഈഴവ 30 വരെ, EWS 46 വരെ, SC 48 വരെ, മുസ്ലിം 14 വരെ, വിശ്വകർമ്മ 8 വരെ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററിയിൽ 1 വരെ, SACC സപ്ലിമെൻ്ററിയിൽ 1 വരെ, ധീവര സപ്ലിമെൻ്ററിയിൽ 1 വരെ. ഇതാണ് നിലവിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ നിയമന നില. അപ്പോൾ നമ്മൾ പറഞ്ഞു HSST ജൂനിയർ ഫിസിക്സ് ആകെ പോയ അഡ്വൈസുകളുടെ എണ്ണം 22 അഡ്വൈസുകളുടെ എണ്ണം. ഓക്കെ, ഇനി അടുത്തത് മാത്സ്. HSST മാത്സ് അല്ലെ, 3841 അപ്ലിക്കേഷൻസ് ആണ് കിട്ടിയത്. അതിൽ 158 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് വന്നത് 30.33 എന്ത് ചെയ്തത്? കട്ട് ഓഫ് വന്നത്. ഇനി നമുക്ക് നിയമന നില നോക്കാം. നിയമന നില നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 24/11/2023. അപ്പോൾ 26 നവംബറിലേക്ക് റാങ്ക് ലിസ്റ്റ് അടുത്തത് വരണം. ടോട്ടൽ 89 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അവസാന അഡ്വൈസ് 6/12/2025 പോയത്. ഓപ്പൺ നോക്കാം. OC നമുക്ക് നോക്കുമ്പോൾ 59 വരെ പോയി, ഈഴവ 72 വരെ, SC സപ്ലിമെൻ്ററിയിൽ 9 വരെ, മുസ്ലിം 88 വരെ, LC സപ്ലിമെൻ്ററിയിൽ 1 വരെ, OBC 82 വരെ, വിശ്വകർമ്മ 65 വരെ, SIUC സപ്ലിമെൻ്ററിയിൽ 1 വരെ, ഹിന്ദു നാടാര് സപ്ലിമെൻ്ററിയിൽ 1 വരെ, SCCC സപ്ലിമെൻ്ററിയിൽ 1 വരെ, ധീവര 32. ഇത്രയുമാണ് ഇതിൽ. EWS 129. ഇത്രയുമാണ് ഇതിൽ നടന്ന നിയമന നില. അപ്പോൾ ആകെ നോക്കുമ്പോൾ 89 അഡ്വൈസ് ആണ് മാത്സിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ പോയിട്ടുള്ളത് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ അതാണ്. ഇനി ഇംഗ്ലീഷും കൂടി നോക്കാം. ടോട്ടൽ 8504 അപ്ലിക്കേഷൻസ് ആണ് വന്നത്. അതിൽ 154 പേര് മെയിൻ ലിസ്റ്റിൽ. കട്ട് ഓഫ് 45.33. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ആകെ പോയ നിയമനം എന്ന് പറയുന്നത് 3 അഡ്വൈസുകളാണ് ആകെ പോയിട്ടുള്ളത്. 3 എണ്ണമാണ് പോയിട്ടുള്ളത്. 2023 സെപ്റ്റംബറിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും നമ്മൾ പറയുന്ന നിയമന നില. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ നമ്മുടെ ബാച്ചുകൾ ഇത്രയുമാണ് ബാച്ചുകൾ. ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് 2026
ജനുവരി മാസം 1-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ച് വേറെയും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഓൾറെഡി ജനറൽ പേപ്പർ ഉണ്ടായിരിക്കും. ഇനി ജനറൽ പേപ്പർ വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാച്ചും ഉണ്ട് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. 30 മാർക്ക് ഈ ജനറൽ പേപ്പറിന്റെ പാർട്ട് 2, 3 and 4 വരുന്നുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഭാഗം തന്നെയാണ് അതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചുകളെ കുറിച്ചോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ വിജ്ഞാപനം വരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിച്ച് ഏറ്റവും നന്നായി പഠിക്കുക. ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.